നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിക്കോളോ മാക്കിവില്ലിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിക്കോളോ മാക്കിവില്ലി ഒരു ആധുനിക രാഷ്ട്രീയ ചിന്തകനാണ്. നിക്കോളോ മാക്കിവില്ലി, അപ്പൊ നമുക്ക് അദ്ദേഹം ഒരു ഇറ്റാലിയൻ ചിന്തകനാണ്. ഇറ്റലിയിലാണ് ജനിക്കുന്നത്. 1469 ജനിക്കുന്നത്. 1527 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത്. ഒരു എഴുത്തുകാരനും നയതന്ത്രജ്ഞനും ഒക്കെ ആയിരുന്നു നിക്കോളോ മാക്കിവില്ലി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി എന്ന് പറയുന്നത് ദ പ്രിൻസ് ആണ്. ഇദ്ദേഹം പ്രിൻസിലാണ് രാജാവ്, അധികാരം, ഇങ്ങനെയുള്ള ആശയങ്ങളെ കുറിച്ചൊക്കെ ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള പ്രിൻസ് എന്ന കൃതിയിലാണ്. അപ്പോൾ ഈ പ്രിൻസ് എന്ന കൃതി മാക്കിവില്ലിയെ ആധുനിക രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്ന പേരിന് അർഹനാക്കിയ ഒരു കൃതി കൂടിയാണ് പ്രിൻസ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു യാഥാർത്ഥ്യാധിഷ്ഠിത സമീപനമാണ് ഇദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിനോട് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാദം, ആദർശവാദമൊക്കെ ഒഴിവാക്കി, അതായത് ഗോഡ് സെന്റേർഡ് ആയിട്ടുള്ള ഐഡിയലിസ്റ്റിക് ആദർശവാദങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു പ്രായോഗിക വാദത്തിനാണ് ഇദ്ദേഹം ഊന്നൽ നൽകിയത്. അപ്പൊ ഇതിലെ എൻഡ്സ് ജസ്റ്റിഫൈസ് മീൻസ് എന്ന ആശയം, അതായത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇനി ഇദ്ദേഹത്തിന് മതത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് നിക്കോളോ മാക്കിവില്ലി സ്വീകരിച്ചിരുന്നത്. മതത്തെ രാഷ്ട്രീയ നിയന്ത്രണത്തിനും അതുപോലെ പൊതുശാസ്ത്രത്തിനും ഒക്കെയുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇദ്ദേഹം കണ്ടിട്ടുള്ളത്. മതത്തിന്റെ ആധിപത്യത്തെ അദ്ദേഹം സമ്പൂർണമായിട്ട് നിരാകരിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രത്തെ മതത്തിൽ നിന്നും സ്വതന്ത്രമാക്കി വെക്കണം. മതവും രാഷ്ട്രവും രണ്ടും രണ്ട് തന്നെയാണ്. മതത്തിന്റെ ഹോൾഡിലാവാൻ പാടില്ല, മതത്തിന്റെ ക്ലച്ചസിലാവാൻ പാടില്ല രാഷ്ട്രം എന്ന് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ശഠിച്ചിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ പവറിനെ കുറിച്ചുള്ള ധാരണ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓൺ പവർ എന്താണെന്ന് നോക്കാം. അധികാരം നേടാനും അത് നിലനിർത്താനും വികസിപ്പിക്കാനും വേണ്ടിയിട്ട് എല്ലാ രാജാക്കന്മാരും പവർ ഉപയോഗിക്കാം എന്ന് ഇദ്ദേഹം പറയുന്നു. ബെറ്റർ ടു ബി ഫിയർഡ് ദാൻ ലവ്ഡ്, ഭയപ്പെടുന്നത് സ്നേഹിക്കപ്പെടുന്നതിനേക്കാളും നല്ലതാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാല് ഒരു ഭരണാധികാരി പ്രജകളാൽ സ്നേഹിക്കപ്പെടുന്നതിനേക്കാളും നല്ലത് എന്താണ്? ഭയപ്പെടുക, അല്ലെ? അദ്ദേഹം പവർ ഉപയോഗിച്ചിട്ട് ഇമ്പോസ് ചെയ്ത് നിർത്തുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. ഇനി മാത്രമല്ല, ഈ ഒരു ഘട്ടത്തില് രാജാധികാരത്തിന് മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സമയത്ത് രാജാവിന്റെ അധികാരങ്ങളെയെല്ലാം രാജാവിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ പ്രിൻസ് എന്ന ഗ്രന്ഥം വരുന്നതോടുകൂടി അത് രാജാധികാരത്തെ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇത് ഈ രാജാക്കന്മാരുടെ ബൈബിൾ എന്ന നിലയിലൊക്കെ പ്രിൻസ് അറിയപ്പെടുന്ന, അതുപോലെ തന്നെ ഓട്ടോക്രസിയുടെ ബൈബിൾ എന്ന പേരിലൊക്കെ ദ പ്രിൻസ് എന്ന ഗ്രന്ഥം അറിയപ്പെടുന്നുണ്ട്. ഇനി നീതിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് രാഷ്ട്രതന്ത്രം എന്നതാണ് ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. അപ്പൊ നൈതികതകളെക്കാളും ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാഷ്ട്രതന്ത്രത്തിന് തന്നെയാണ്. അവിടെ പവർ പൊളിറ്റിക്സിനൊക്കെ ഇദ്ദേഹം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇനി പുതിയ ഭരണ തത്വചിന്തയുടെ തുടക്കം ഈ മാക്കിവില്ലി ആദ്യമായിട്ടാണ് പൗരോഹിത്യത്തിനെയും അതുപോലെ തന്നെ മതാധിപതികളുടെയും ഒക്കെ നിയന്ത്രണത്തെ ഇദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ രാജനീതി എന്ന് പറയുന്നത് ആത്മീയതയിൽ നിന്ന് സ്വതന്ത്രമാക്കിക്കൊണ്ട്, അതായത് ഭരണവും രാജനീതിയൊക്കെ വേറെ, ആത്മീയത വേറെ, ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യവുമില്ല എന്നതാണ് മാക്കിവില്ലിയുടെ കാഴ്ചപ്പാട്. അത് പ്രിൻസ് എന്ന കൃതിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഭരണാധികാരികള് പ്രതീക്ഷിക്കേണ്ട ചില വെല്ലുവിളികളെ കുറിച്ച് ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ശക്തമായ അധികാരവും കാഠിന്യവും ഒക്കെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്, നല്ല പവർ ഭരണാധികാരിക്കുണ്ട്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ഈ ഭയവും സ്നേഹവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ്, ഈ ഭരണാധികാരിയെ ജനങ്ങൾ സ്നേഹിക്കണോ ഭയപ്പെടണോ എന്നതുമായി ബന്ധപ്പെട്ട് രാജാവ് ചതിയനും രാഷ്ട്രീയ ബുദ്ധിയുള്ളവനുമായി ആയിരിക്കണം. ഇപ്പം ഒരു ബിട്രയൽ ആയിട്ടുള്ള ഒരു ഭരണം
നടത്താം എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. കുടിലതന്ത്രങ്ങള്, ചാണക്യതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ശത്രുവിന്റെ നേരെയൊക്കെ യാതൊരു നീതിക്കും സത്യധർമാദികൾക്കൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്യമെന്തോ അത് മാർഗത്തെ എത്ര മോശമായ മാർഗമാണെങ്കിലും എന്തിനു വേണ്ടിയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ജനത്തെ നിയന്ത്രിക്കാൻ ഇദ്ദേഹം തന്ത്രപ്രധാനമായിട്ടുള്ള ധർമ്മങ്ങൾ ഉപയോഗിക്കാം എന്ന് ഇദ്ദേഹം പറയുന്നു. മാക്കിവെല്ലിയുടെ പ്രധാനപ്പെട്ട ഒരു മോഡേൺ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് എന്ന് പറയുന്നത് ആധുനിക സ്വഭാവം, അതുപോലെ തന്നെ രാഷ്ട്രീയ യാഥാർത്ഥ്യവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്ത, മതത്തിന്റെയും നൈതികതയുടെയും വിമർശനം, ഇതൊക്കെ രാഷ്ട്രീയത്തെ എന്നും സ്വതന്ത്രമാക്കുന്ന ഒന്നായിട്ട് ഇദ്ദേഹം പറയുന്നു. ഇനി ഇദ്ദേഹം മാക്കിവെല്ലി രാഷ്ട്രീയത്തെ ധാർമ്മികതയിൽ നിന്ന് പൂർണ്ണമായിട്ടും വേർതിരിച്ച് സ്വതന്ത്ര ഒരു ശാസ്ത്രമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി മാക്കിവെല്ലിയുടെ സ്റ്റേറ്റ് എന്ന ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം സ്റ്റേറ്റിനെ, രാഷ്ട്രത്തെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണയന്ത്രമായിട്ടാണ് മാക്കിവെല്ലി പറയുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് എന്നത് വ്യക്തികളുടെയും അതുപോലെ തന്നെ മതത്തിന്റെയും അധികാരങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏക ശക്തിയായിട്ട്, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പവർ ആയിട്ടാണ് ഇദ്ദേഹം രാഷ്ട്രത്തെ കാണുന്നത്. ഈ ഭരണാധികാരിക്ക് ഭരണ നിയന്ത്രണത്തിനായി ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാമെന്നും ഇദ്ദേഹം പറയുന്നു. ഇനി ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും. അത് രാജനീതിയുടെ കാര്യത്തിൽ തീർത്തും ഈ ഒരു നയം ഫോളോ ചെയ്യാമെന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഭരണാധികാരിയുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പവർ, ഭരണാധികാരിയിൽ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പവർ എന്ന് വെച്ചാല് മറ്റു ഇപ്പോ ജുഡീഷ്യറിക്കോ അല്ലെങ്കിൽ പാർലമെന്റിനോ ഒന്നും യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭരണാധികാരിക്ക് ഒരു ഓട്ടോക്രാറ്റിക് റൂളിനെയാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ രാജാവ് അല്ലെങ്കിൽ പ്രിൻസ് എന്ന് പറയുന്നത് രാജകുമാരൻ അല്ലെ. അപ്പൊ പ്രിൻസ് ഏറ്റവും ശക്തനായിരിക്കണം, എല്ലാവരും പ്രിൻസിനെ ഭയപ്പെടണം എന്നതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മതം, നന്മ, മാന്യത, ഇതൊക്കെ ഈ ഭരണത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിട്ട്, പൊതുജനാഭിപ്രായം, പൊതുജന സമ്മതിയൊക്കെ നേടാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് ഇതിനെയൊക്കെ കണ്ടാൽ മതിയെന്നും ഇദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാക്കിവെല്ലിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കുറിച്ചും ഒക്കെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാക്കിവെല്ലി രാജാധികാരത്തെ ശക്തമായിട്ടുള്ള രാജാധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.